മഹാനായ അബൂബക്കർ മുസ്ലിയാർ വലിയുല്ലാഹി ആലുവക്കടുത്ത് മടവണ്ണ തറവാട്ടിൽ ക്രിസ്തുവർഷം 1884 മഹാനവറുകൾ ജനിച്ചു. അലി എന്ന സൂഫിവേര്യനായിരുന്നു അവിടുത്തെ പിതാവ്. മാതാവ് ആയിഷ എന്നവരായിരുന്നു. അലി ആയിഷ ദമ്പതിമാരുടെ അവസാനത്തെ കുട്ടിയായിരുന്നു മഹാനവറുകൾ. പ്രാഥമിക വിദ്യാഭ്യാസം ആലുവയിൽ തന്നെയായിരുന്നു. പല ദർസുകളിലും മഹാനവറുകൾ ഓതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മഹാന്മാർ പഠിച്ചിരുന്ന പൊന്നാനി ജുമാ മസ്ജിദിൽ അവരിൽ പലരോടൊപ്പം ഒരുമിച്ച് വർഷങ്ങളോളം നിന്ന് പഠിച്ചിട്ടുണ്ട്. ഖാദി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന വെളിയങ്കോട്ട് പള്ളിയിലും അവിടുത്തെ ആ കാലത്ത് കീർത്തി കേട്ട സയ്യിദന്മാരും പണ്ഡിതന്മാരും താമസിച്ച് ഓതിയിട്ടുണ്ടായിരുന്നു. അൽവത്ത് പള്ളിയിൽ വിശ്രമിക്കുന്ന ഷെയ്ഖ് ഫരീഉദ്ദീൻ റളിയല്ലാഹു അൻഹു പ്രധാന ഗുരുവായിരുന്നു. പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ ചെറുവേറിക്കുന്നിലെ നാട്ടുകാരുടെ അപേക്ഷ മാനിച്ച് അവിടെ മുദരിസായി അനേകം ആരിഫുകൾ അവിടുന്ന് വിജ്ഞാനം നേടിയിട്ടുണ്ട്. സൂഫിസത്തിൻ്റെ കഠിനമായ റിയാളയിലൂടെ അവിടുന്ന് ജംഅ് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഒരേ ഒരു അസ്തിത്വം അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ജംഅ്. 57-ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ വിവാഹം കഴിച്ചത്. ഭാര്യ താജുന്നിസ. നല്ല കുടുംബജീവിതമായിരുന്നു അവിടുത്തേത്. കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. 58-ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ ഹജ്ജിന് പോയത്. ഹജ്ജ് കഴിഞ്ഞു വന്നതിന് ശേഷം മഹാനവറുകളുടെ കറാമത്ത് ഓരോ രീതിയിൽ പ്രശസ്തിയാവാൻ തുടങ്ങി. അവിടുത്തെ ഉപദേശം സ്വീകരിക്കാൻ ജാതിമത ഭേദമന്യേ ഒരുപാട് ആളുകൾ കടന്നു വന്നു. 90 സംവത്സരം ഇളങ്ങി മറിഞ്ഞതിന് ശേഷം 1974 ജനുവരി 6 ഞായറാഴ്ച രാത്രി 7 മണിക്ക് ആ വിജ്ഞാനക്കടൽ ശാന്തമായി. ഒരുപാട് മനപ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ബഹുമാനപ്പെട്ടവർ ഒരു അത്താണിയായിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അടുത്ത് നമ്മൾ ചെന്ന് പല കാര്യങ്ങളും പല വിഷമങ്ങളും തുറന്നു പറഞ്ഞാൽ അവരുടെ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും അതിവേഗത്തിൽ തന്നെ അള്ളാഹു നടത്തി തരും. അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പവർ. മഹാന്മാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിൽ ചില വ്യാജന്മാർ നമ്മളുടെ അടുക്കിലേക്കൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ പരിസര പ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. ഇത്തരം ആപത്തുകൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പല കപടന്മാരുമുണ്ട്. അള്ളാഹു നല്ല ഔലിയാക്കളുടെ പാത, ആ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് നൽകുമാറാവട്ടെ. മഹാന്മാർ തന്നെയാണ്. അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. അല്ലാതെ കപടന്മാർ, നമസ്കരിക്കാത്ത ആളുകൾ, നമസ്കരിക്കുന്നവരെ പോലും തടയുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവരിൽ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഷെയ്ഖാണെന്നും എന്നെ വിശ്വസിക്കണമെന്നും എൻ്റെ ഉപദേശം സ്വീകരിക്കണമെന്നും നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം പറഞ്ഞ് നമ്മളെ മയക്കുന്ന അവരുടെ ഒരു മുരീദായിട്ട് നമ്മളെ ആക്കി മാറ്റുന്ന ചില ആളുകളുണ്ട്, ചില കപടന്മാർ. അള്ളാഹു അത്തരം വ്യാജന്മാർ, പണമുണ്ടാക്കാനായി നടക്കുന്ന തട്ടിപ്പുകാരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.